السلام عليكم ورحمة الله وبركاته. الحمد لله وكفى والسلام على عباده الذين اصطفى أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي وما توفيقي إلا بالله عليه توكلت وإليه أنيب. ഏറെ സ്നേഹമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരങ്ങളെ, സർവശക്തനായ റബ്ബുൽ ഇസ്സത്ത് നമ്മയെല്ലാം അവൻ ഇഷ്ടപ്പെട്ടവന്റെ നല്ല അടിമകളിൽ ചേർക്കട്ടെ. ജീവിതത്തിൽ നമ്മിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും സർവശക്തൻ നമുക്ക് മാപ്പാക്കി തരട്ടെ. അനുഗ്രഹീതമായ ദിവസത്തിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ നമുക്കെല്ലാം ഒരുമിച്ച് കൂടാൻ തൗഫീഖ് നൽകിയതുപോലെ അല്ലാഹുവിന്റെ ജന്നാത്തുൻ നഈമിൽ നമ്മുടെ മാതാപിതാക്കളോടൊപ്പം, നമ്മുടെ ഉറ്റവരോടയവർ, പ്രിയപ്പെട്ടവരോടൊപ്പം അല്ലാഹു ഒരുമിച്ച് കൂട്ടട്ടെ. നമ്മിലും ലോകത്തുള്ള മുഴുവൻ മനുഷ്യരിലും അല്ലാഹു സന്തോഷവും സമാധാനവും ശാന്തിയും പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, പ്രപഞ്ചത്തിലെ വലിയൊരു പ്രതിഭാസമാണ് സൂര്യൻ. ലോകത്തിലെ വലിയൊരു അത്ഭുതമാണ് സൂര്യൻ. ലോകത്തിന്റെ എല്ലാം നിലനിൽപ്പിനൊരു അടിസ്ഥാന ഘടകമാണ് സൂര്യൻ. ആ സൂര്യന്റെ സഞ്ചാരപഥത്തിന് ഒരല്പം വ്യതിചലനം സംഭവിച്ചാൽ നമ്മുടെയൊക്കെ ജീവിതം തന്നെ താറുമാറാകും. നമ്മളുടെ ജീവിതം തന്നെ, നിലനിൽപ്പ് തന്നെ പ്രയാസത്തിലാവും. അങ്ങനെയുള്ള ഈ സൂര്യൻ ഒരു വിഭാഗം ആളുകൾക്ക് വേണ്ടി അതിൻ്റെ സാധാരണയുള്ള സഞ്ചാരപഥത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചതായി വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അത് വളരെ അപൂർവമാണ്. സൂര്യൻ അല്ലാഹു തആല അതിന് നിശ്ചയിച്ചു കൊടുത്തൊരു സഞ്ചാരപഥമുണ്ട്. വശംസു തജ്രി ലിമുസ്തഖറിൻ ലഹാ ദാലിക തഖ്ദീറുൽ അസീസുൽ അലീം. സൂര്യന് നിത്യമായൊരു സഞ്ചാരപഥമുണ്ട്. അതിലൂടെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അജയ്യനായ അള്ളാഹുവിന്റെ ക്രമീകരണമാണെന്ന് ഖുർആൻ. എന്നാൽ ഈ സൂര്യൻ കുറച്ച് ആളുകൾക്ക് വേണ്ടി, വ്യക്തമായി പറഞ്ഞാൽ ഒരു കൂട്ടം ചെറുപ്പക്കാർക്ക് വേണ്ടി ഈ സൂര്യൻ വഴിമാറി സഞ്ചരിച്ചു. وإذا تقرضهم ذات الشمال فهم في فجوة من ذلك من آيات الله. ഇന്ന് നമ്മൾ ഓതിയ കഹഫിലെ ആയത്താണ്. എല്ലാ വെള്ളിയാഴ്ചയും ഓതുവാൻ അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ച ഈ സൂറത്തുൽ കഹഫ്, അതിനൊരു കാരണം ഇതും കൂടിയാണ്. നമ്മളങ്ങനെ ചിന്തിക്കാൻ പറ്റുന്ന വിധം ഈ ചരിത്രം ഖിയാമത്ത് നാൾ വരെയുള്ള മനുഷ്യർക്ക് പ്രചോദനമായി, സത്യവിശ്വാസികൾക്ക് ഗുണപാഠമായി അല്ലാഹു തആല ഈ സൂറത്തിൽ സംവിധാനിച്ചതാണ്. എന്താണ് സംഭവം? ഒരു കൂട്ടം ചെറുപ്പക്കാർ അവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിലെ രാജാവിന്റെ അനീതിക്കെതിരെ, അസമത്വത്തിനെതിരെ, തിന്മയ്ക്കെതിരെ ശബ്ദിച്ചു. ആ ശബ്ദിച്ചതിന്റെ പേരിൽ, ആ പോരാട്ടത്തിന്റെ പേരിൽ, പ്രതിഷേധത്തിന്റെ പേരിൽ അവർക്ക് നാട് വിടേണ്ടി വന്നു. അവർ ഒരു കൂട്ടം യുവാക്കളായിരുന്നു. ഖുർആൻ എടുത്തു പറഞ്ഞ ഇന്നഹും ഫിത്യത്തുൻ ആമനു ബിറബ്ബിഹിം വസിദ്നാഹും ഹുദാ. അവർ ഒരു കൂട്ടം യുവാക്കളാണ്. ഖുർആൻ അങ്ങനെ എടുത്തു പറഞ്ഞ് ഹൈലൈറ്റ് യുവാക്കൾ എന്ന് പറയാൻ കാരണം, ഏത് കാലഘട്ടത്തിലെയും എടുത്തു പറയേണ്ട വിഭാഗമാണ് ആ കാലഘട്ടത്തിലെ യുവാക്കൾ. കാരണം ആ കാലഘട്ടത്തിലെ ചുവരെഴുത്ത് ആ യുവാക്കളായിരിക്കും, ചെറുപ്പക്കാരായിരിക്കും. അവരെ അങ്ങനെ നിസ്സാരമായി തള്ളാൻ ഒരു ഭരണാധികാരികൾക്കും കഴിയില്ല. ഈ യുവാക്കൾ നാട് വിട്ടുപോയി അള്ളാഹുവിന്റെ തീരുമാനപ്രകാരം അള്ളാഹുവിൽ അടിയുറച്ച് വിശ്വസിച്ചു. അവരുടെ വിശ്വാസവും കൊണ്ട് അവർ രക്ഷപ്പെട്ടപ്പോൾ അവരുടെ ആർജവത്തിന്റെ മുന്നിൽ, അവരുടെ ധൈര്യത്തിന്റെ മുന്നിൽ സൂര്യൻ വഴിമാറി കൊടുത്തു എന്നാണ്. എന്ന് പറഞ്ഞാൽ അവർ ഒരു ഗുഹയുടെ ഉള്ളിൽ കയറി താമസിച്ചു. അവിടെ അല്ലാഹു തആല 309 വർഷം അവിടെ അവരെ ഉറക്കി. വലബിസു ഫീ കഹഫിഹിം 300 സിനീന വസ്ദാദു 9.
309 വർഷം ഒരുപോലെ കിടക്കുമ്പോൾ അവരിലേക്ക് ഉദിച്ചു വരുന്ന സൂര്യന്റെ പ്രകാശം, സൂര്യന്റെ കിരണങ്ങൾ നേരിട്ട് അവരുടെ ശരീരത്തിൽ തട്ടിയാൽ അതവരുടെ ജീവന് പ്രശ്നമാകും എന്നതുകൊണ്ട് ആ സൂര്യൻ ആ ഗുഹമുഖത്തേക്ക് ഉദിച്ചു വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ സൂര്യന്റെ പ്രകാശം നേരിട്ട് അവരുടെ ശരീരത്തിൽ പതിക്കാതിരിക്കാൻ അത് വലതുപക്ഷത്തേക്ക് ചരിഞ്ഞു പോകുന്നു സൂര്യൻ. അതിന്റെ അസ്തമയത്തിലേക്ക് പോകുമ്പോഴും അതിന്റെ ചൂട് ഏൽക്കാതിരിക്കാൻ അതിനെ ഇടതുഭാഗത്തേക്ക് അല്ലാഹു തആല സൂര്യനെ കൊണ്ടുപോകുന്നു. സൂര്യൻ അവർക്ക് വേണ്ടി വഴിമാറി എന്നർത്ഥം. ചരിത്രം സുദീർഘമാണ്, നമ്മൾ പലപ്പോഴും പറഞ്ഞിട്ടുള്ളതാണ്. അർത്ഥമറിയാവുന്നവർക്ക് ഓരോ വെള്ളിയാഴ്ച ഓതുമ്പോഴും ഈ മനോഹരമായ ചരിത്രം നമ്മുടെ മനസ്സിലൂടെ ഓടിപ്പോകും. അങ്ങനെ ഖുർആനിനെ സമീപിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞത് പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള ഒരു യുവാത്വത്തെ കുറിച്ച് ഖുർആൻ പറയുമ്പോൾ എക്കാലത്തും അള്ളാഹുവിന്റെ സഹായം ലഭിക്കുന്ന ഒരു വിഭാഗമാണ് നീതിക്ക് വേണ്ടി ശബ്ദിച്ചിട്ടുള്ള ഒരു യുവത്വത്തിന്റെ തലമുറ. മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്ക് സുപരിചിതമാണ്. ഖുർആനിൽ ഒരുപാട് സ്ഥലങ്ങളിൽ അല്ലാഹു തആല സൂചിപ്പിച്ചു. അവിടെ ഇബ്രാഹിം നബി വ്യതിരിക്തനാകുന്നത് എന്തുകൊണ്ടാണ്? മറ്റുള്ളവരിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഇബ്രാഹിം വ്യത്യസ്തനായത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ഒരു ചുറുചുറുക്കുള്ള യുവാവായിരുന്നു. പക്ഷേ സാധാരണ ഒരു സമൂഹത്തിന്റെ ഒപ്പം, ആ സമൂഹത്തിന്റെ വിശ്വാസങ്ങൾക്കൊപ്പം നീന്തിപ്പോകുന്ന ചെറുപ്പക്കാരനല്ല, മറിച്ച് സമൂഹത്തിൽ നടക്കുന്ന ഉച്ചനീചത്വത്തിനെതിരെ, അനീതിക്കെതിരെ പോരാടാൻ കെൽപ്പുള്ളൊരു ചെറുപ്പക്കാരൻ. ആ കാലഘട്ടത്തിൽ ബിംബങ്ങളെ, വിഗ്രഹങ്ങളെ വെച്ച് ആരാധനാലയങ്ങളിൽ പൂജിക്കുമ്പോൾ ഇവറ്റകളൊന്നും 4 കാശിന്റെ ഗുണമോ 4 കാശിന്റെ ഉപദ്രവമോ ഉണ്ടാക്കുന്നതല്ല എന്ന് ആ കാലഘട്ടത്തിലെ സമൂഹത്തിന് മനസ്സിലാക്കി കൊടുക്കാൻ കോടാലി കയ്യിലെടുത്ത ചെറുപ്പക്കാരനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാം. അവർ പറയുന്നുണ്ട്, യുഖാലു ലഹു ഇബ്രാഹിം, ഇന്നാ സമിഅനാ ഫതൻ യുഖാലു ലഹു ഇബ്രാഹിം. അവരുടെ ആരാധനാലയത്തിന്റെ ഉള്ളിലെ ഒരു ദിവസം, ഒരു പ്രഭാതത്തിൽ അവരുടെ എല്ലാ വിഗ്രഹങ്ങളും തലകീഴായി പൊട്ടിച്ചിതറി കിടക്കുമ്പോൾ ഇതാര് ചെയ്തു എന്ന് ചർച്ച ചെയ്യുമ്പോൾ അവർ പറയുന്നുണ്ട്, ഈ വിഗ്രഹങ്ങൾക്കെതിരെ, ഈ ബഹുദൈവ ആരാധനയ്ക്കെതിരെ സംസാരിച്ച ഒരു ചെറുപ്പക്കാരൻ നമ്മുടെ കൂട്ടത്തിലുണ്ട്, അത് ഇബ്രാഹിമാണ് എന്ന്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമാണ് ആ അനീതിക്കെതിരെ, അല്ലെങ്കിൽ ആ അവിശ്വാസത്തിനെതിരെ പോരാടിയത്. അങ്ങനെയാണ് അവിടെ നിന്നാണ് പിന്നെ ഒരു സൂര്യനെ പോലെ ജ്വലിച്ചുകൊണ്ട് ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലിയ മഹാനായി മാറുന്നത്, ഖലീലായി മാറുന്നത്. ഇതുപോലെ ഏത് കാലഘട്ടത്തിലും ഒരു നാടിനെ പരിവർത്തനത്തിലേക്ക് നയിച്ചത്, അല്ലെങ്കിൽ ഏത് സ്വേച്ഛാധിപതിയുടെയും അരമനയിലേക്ക് കയറി ചെന്നുകൊണ്ട് ശബ്ദിച്ച് അവർക്ക് പരിവർത്തനം ഉണ്ടാക്കിയത്, അവരെ കിടിലം കൊള്ളിച്ചത്, അവർക്ക് ഭീഷണിയായത് യുവതലമുറകളാണ്. ഇന്ന് നമ്മൾ കാണുന്ന ഒരു യുവതലമുറയുണ്ട്. നമ്മുടെ രാജ്യത്ത് ജന്തർ മന്ദറിൽ, നമ്മുടെ രാജ്യത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിന്റെ മുന്നിൽ ആയിരക്കണക്കിന് യുവാക്കൾ ഇതുപോലെ പോരാടുകയാണ്, പ്രതിഷേധിക്കുകയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അവരെല്ലാവരും ഓരോ കാലഘട്ടത്തിലും, അല്ലെങ്കിൽ ഓരോ തലമുറകളിലും വരുന്ന യുവത്വത്തിന്റെ പിൻഗാമികളാണിവർ. ഏത് കാലഘട്ടത്തിലും, ഏത് രാജ്യത്തും ആ രാജ്യത്തെ അനീതിയുടെ മേൽ കെട്ടിപ്പടുത്ത ഭരണങ്ങൾക്ക് ഭീഷണിയാകാൻ, അവർക്ക് പരിവർത്തനം ഉണ്ടാക്കാൻ കഴിയുന്നത് യുവാക്കൾക്ക് മാത്രമാണ്. ഇവിടെ നമ്മളൊക്കെ ഒരാഴ്ചയായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന പത്രമാധ്യമങ്ങളിലൂടെ യുവാക്കൾ അവരെ അടിച്ചൊതുക്കി, അവരെ ഏതെല്ലാം നിലയിൽ പരാജയപ്പെടുത്താൻ കഴിയുമോ, കീഴ്പ്പെടുത്താൻ കഴിയുമോ, അതിനുള്ള എല്ലാ തന്ത്രങ്ങളും ഭരണകൂടം, ഫാസിസ്റ്റ് ഭരണകേന്ദ്രങ്ങൾ അവരുടെ പോലീസിനെയും അവരുടെ എല്ലാ പട്ടാളത്തിനെയും ഉപയോഗിച്ചുകൊണ്ട് ഈ യുവാക്കളെ, യുവനിരകളെ അടിച്ചൊതുക്കാൻ നോക്കുമ്പോഴും അത് 1ന് 10,000 ശക്തിയോടുകൂടി ആ യുവാക്കൾ തിരിച്ചു വരികയാണ്. ഇതൊരു പ്രതീകമാണ്. ഇത് ഇന്ത്യ മഹാരാജ്യത്ത് വർഷങ്ങളായി അനീതിയും അസമത്വവും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന, പീഡനങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ജനവിഭാഗങ്ങൾക്ക് ഒരു പ്രതീക്ഷയുടെ സൂര്യകിരണമാണ് യുവാക്കളുടെ പ്രതിഷേധമെന്ന് നമ്മൾ പറയേണ്ടിയിരിക്കുന്നു, നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. അതിന് നമ്മൾ മനസ്സുകൊണ്ട്, പ്രാർത്ഥന കൊണ്ട് പിന്തുണ കൊടുക്കേണ്ടിയിരിക്കുന്നു. കാരണം
ഏതെല്ലാം നിലയിൽ ഈ രാജ്യത്തിന് നശിപ്പിക്കാൻ കഴിയുമോ, പ്രത്യേകിച്ച് അരികുവൽക്കരിക്കപ്പെട്ട മുസ്ലിമീങ്ങൾ ഉൾപ്പെടെയുള്ള ന്യൂനപക്ഷങ്ങളെ, അതുപോലെ തന്നെ ദലിത് വിഭാഗങ്ങളെ ഏതെല്ലാം നിലയിൽ ഈ നാട്ടിൽ ഒന്നുമല്ലാതെയാക്കാൻ, തുടച്ചു നീക്കാൻ കഴിയുമോ, ആ നിലയിലുള്ള പരിശ്രമങ്ങൾ എല്ലാ നിലയിലും ഫാസിസ്റ്റ് ഭരണകൂടം 10-13 വർഷമായിട്ട് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനെതിരെ യഥാർത്ഥത്തിൽ ശബ്ദിക്കേണ്ടവരാരാണോ അവരൊക്കെയും മൗനികളായിരിക്കുന്ന ഒരു ഘട്ടത്തിൽ വർഷങ്ങളുടെ ഒരു സ്വപ്ന സാഫല്യം എന്നോളം ഒരു നീറ്റ് പരീക്ഷ മക്കൾ എഴുതുമ്പോൾ രാത്രികാലങ്ങളിൽ ഉറക്കമണഞ്ഞിരുന്നിട്ട് അവരുടെ കണ്ണുകളിലേക്ക് ഉറക്കം തഴുകിയെത്തുമ്പോൾ ഉറങ്ങാതിരിക്കാൻ കാലുകളെ വെള്ളത്തിന്റെ പാത്രത്തിൽ വെച്ചുകൊണ്ട് നമ്മളുടെ മക്കൾ ഉറക്കമെഴുതിരുന്ന് പഠിക്കുന്നു. അങ്ങനെ 10,000-കണക്കിന് കുട്ടികൾ പ്രതീക്ഷയുടെ ഒരു പരീക്ഷ എഴുതിയിട്ട് അതിന്റെ റിസൾട്ട് വരാൻ വേണ്ടി കാത്തിരിക്കുമ്പോൾ കുട്ടികളുടെ ആ സമയത്തുള്ള മാനസികാവസ്ഥ അത് അവർക്കേ അറിയുള്ളൂ. അവരുടെ ആശങ്ക, അവരുടെ ടെൻഷൻ, അവരുടെ പേടി, കാരണം അത് അവരുടെ ജീവിതത്തിന്റെ ഒരു ടേണിംഗ് പോയിന്റ് ആണ്. അങ്ങനെയുള്ള ഒരു പരീക്ഷയുടെ റിസൾട്ട് പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നവർക്ക് ഭരണകൂടം പറയുന്നത് അതിന്റെ റിസൾട്ട് ഇതാ ക്യാൻസൽ ചെയ്തിരിക്കുന്നു എന്ന്. അതിന്റെ ഉത്തരവാദിത്വം ഈ കുട്ടികളല്ലല്ലോ, ഈ പരീക്ഷ എഴുതിയ മക്കളോ അവരുടെ രക്ഷകർത്താക്കളല്ലോ. ആ ക്യാൻസൽ ചെയ്തതിലൂടെ നമ്മുടെ രാജ്യത്തിന് നഷ്ടപ്പെട്ട ഭാവിയുടെ വാഗ്ദാനങ്ങളായ 12 മക്കളുടെ ജീവനുകളാണ്. 12 കുട്ടികൾ അതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്തിട്ടുണ്ട്. എത്രയോ കുട്ടികൾ മാനസിക രോഗികളായി മാറി. എത്രയോ കുട്ടികൾ അവരുടെ ജീവിതത്തിന്റെ ഭാവിയെ കുറിച്ചുള്ള എല്ലാ സ്വപ്നങ്ങളും താറുമാറായി ജീവിതത്തിന്റെ മറ്റു വഴികളിലേക്ക് കടന്നുപോയി. ഇതിനെല്ലാം ഉത്തരവാദിത്വം ആരാണ്? ഇവിടുത്തെ ഭരണകർത്താക്കളാണ്. അങ്ങനെയുള്ള ഭരണകർത്താക്കൾ അവർ ഈ വർഷങ്ങളായി ചെയ്തുകൊണ്ടിരിക്കുന്ന അനീതിക്കെതിരെ നമ്മളുടെ കുട്ടികൾ, ചെറുപ്പക്കാർ അവർക്ക് പറ്റുന്ന പ്ലാറ്റ്ഫോമിലൂടെ അവർ സംഘടിച്ചപ്പോൾ അവരെ കോടതി പോലും കളിയാക്കി പാറ്റകളാണെന്ന് അവർ ആ പേര് തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ ഫാസിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉറക്കം കെടുത്തുന്നത് ഈ പാറ്റകളാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ഒരു കാലഘട്ടത്ത് മക്കയിൽ ഒരു ഉപരോധം ഏർപ്പെടുത്തിയിട്ടുണ്ട് ഖുറൈശികൾ. ആ ഉപരോധം ഏർപ്പെടുത്തിയിട്ട് അവരെ ശഅബ് അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിലേക്ക് ഒതുക്കിക്കളഞ്ഞു. ഭക്ഷണം കൊടുക്കാതെ, അവരുമായി കച്ചവടം നടത്താതെ, അവർക്ക് ജീവിത സൗകര്യങ്ങൾ കൊടുക്കാതെ അവരുടെ വീടുകളിൽ നിന്ന് ഇറക്കി വിട്ടു. അവിടെ പച്ചിലകൾ തിന്നുകൊണ്ട് 3 വർഷം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളും ജീവിച്ചൊരു ചരിത്രം നമുക്ക് പ്രവാചക ചരിത്രത്തിൽ നമുക്ക് കാണാം. അവസാനം അവരുടെ ആ ഉപരോധം നിലയ്ക്കുന്നത് കുറെ ചെറുപ്പക്കാർ സംഘടിച്ചു വന്നപ്പോഴാണ്. ആ ചെറുപ്പക്കാർ സംഘടിക്കുന്നതിനോടൊപ്പം ഇവർക്കെതിരെ ഉപരോധത്തിന്റെ മാനദണ്ഡങ്ങൾ, കണ്ടീഷൻ എഴുതി വെച്ചിരുന്ന മക്കയിലെ കഅബ ശരീഫിൽ തൂക്കിയിരുന്ന ആ പേപ്പർ ചിതലരിച്ചിട്ട് നശിച്ചുപോയി. ആ ചിതലുകളായിരുന്നു ആ ഉപരോധത്തെ അവസാനിപ്പിച്ചത് എന്ന് പറയുന്നത് പോലെ ഈ പാറ്റകളാകട്ടെ ഈ ഇന്ത്യയെ നശിപ്പിക്കുന്ന വർഗീയ ശക്തികളാകുന്ന ഈ സംഘപരിവാറിന്റെ ഭരണകൂടത്തെ നശിപ്പിക്കുന്നത് എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അതിനുള്ള സമയമാണിത്. നമ്മൾ ഇവരോടൊപ്പം മാനസികമായി പ്രാർത്ഥന കൊണ്ടും പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യമാണ്. നമ്മുടെ കാര്യമാണ്, നമ്മളെ ബാധിക്കുന്നതല്ല, അല്ലെങ്കിൽ നമ്മുടെ പ്രശ്നങ്ങളല്ല, നമ്മുടെ കുട്ടികളുടെ പ്രശ്നങ്ങളല്ല എന്ന് വിചാരിക്കേണ്ടതല്ല ഇത്. നമുക്ക് കഴിയുന്ന പ്ലാറ്റ്ഫോമിലൂടെ, സൗകര്യങ്ങളിലൂടെ ഇതിനാവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കണം. ഇവിടെയെല്ലാം നമ്മൾ ഒന്നാണ്. പരിശുദ്ധമായ ഖുർആൻ അനീതിക്കെതിരെ എവിടെയൊക്കെ ശബ്ദിച്ചിട്ടുണ്ടോ, അനീതിക്കെതിരെ എവിടെയൊക്കെ പോരാടാൻ പറയുന്നുണ്ടോ, അവിടെ എങ്ങും മതം പറഞ്ഞിട്ടില്ല. അവിടെ എങ്ങും വിശുദ്ധ ഖുർആൻ മുസ്ലിമിന് വേണ്ടി എന്നുള്ള പറഞ്ഞിട്ടില്ല. മറിച്ച് പീഡിത വർഗത്തിന് വേണ്ടി, അരികുവൽക്കരിക്കപ്പെടുന്ന വിഭാഗത്തിന് വേണ്ടി, അനീതിയുടെ ഇരകളായി മാറുന്നവർക്ക് വേണ്ടി. വമാലക്കും ലാ തുഖാതിലൂന ഫീ സബീലില്ലാഹ്. ഖുർആൻ ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ട് നിങ്ങൾക്ക് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇറങ്ങി പുറപ്പെട്ട് പോരാട്ടം നയിച്ചുകൂടാ? എന്നിട്ട് ഖുർആൻ ചോദിക്കുന്നത്, നിങ്ങൾ കാണുന്നില്ലേ ദുർബലരായ ജനവിഭാഗങ്ങളെ ഭരണകൂടം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? അതിനെതിരെ നിങ്ങൾ എന്തുകൊണ്ട് ശബ്ദിക്കുന്നില്ല? അത് പള്ളിയുടെ ഉള്ളിൽ ഇരുന്നു കൊണ്ടുള്ള പ്രാർത്ഥനയോ ദിക്റുകളോ മാത്രം പോരാ. അത് സമൂഹത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് തന്നെ നമുക്കതിനെ നയിക്കേണ്ടതുണ്ട്. അതിനുള്ള തൗഫീഖ് അല്ലാഹു തആല നമുക്ക് നൽകുമാറാകട്ടെ. ഈ ഒരു പോരാട്ടം നമ്മുടെ മക്കളെ പോരാട്ടമാണ്. 20-25 വയസ്സായ മക്കള് ഈ കാണുന്ന ഭരണകൂടത്തിന്റെ അവരുടെ ശല്യങ്ങളുടെ മുന്നിൽ, അവരുടെ ജലപീരങ്കികളുടെ മുന്നിൽ, അവരുടെ ലാത്തികളിൽ ആണി തറച്ചിട്ട് ആ ആണി തറച്ച ലാത്തികൾ കൊണ്ട് ആ കുട്ടികളുടെ മുഖത്തേക്ക് ആഞ്ഞടിക്കുമ്പോൾ ആ ആണികൾ വന്ന് പതിഞ്ഞ അടയാളം, രക്തങ്ങൾ പുരണ്ട രക്തം
വാർന്നൊഴുകുന്ന ചിത്രങ്ങൾ നമ്മൾ ഇത്ര കണ്ടു. പ്രിയമുള്ളവരെ, അവരും ഓരോ ഉമ്മമാരുടെയും വാപ്പമാരുടെയും മക്കളാണ്. അവർ ഈ അനീതിക്കെതിരെ പോരാടുമ്പോൾ നമ്മളും അവരോടൊപ്പം മാനസികമായി ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ മുഴുവൻ ജനങ്ങളും ഇന്ത്യ മനോഹരമായി നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഇന്ത്യയിലെ ജനാധിപത്യ സ്വഭാവം എക്കാലത്തും ഉണ്ടായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, എല്ലാ മതവിഭാഗങ്ങളും ഒരു പൂന്തോട്ടത്തിലെ വ്യത്യസ്തമായ പൂക്കളെ പോലെ എന്നും പ്രശോഭിതമായി സുഗന്ധം പരത്തി ഈ നാട് നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവർ, അവരെല്ലാം ആഗ്രഹിക്കുന്ന ഒന്നാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് ഭരണകൂടത്തെ അസ്തമിക്കണമെന്നുള്ളത്, തകരണമെന്നുള്ളത്. അതിനുവേണ്ടിയുള്ള തുടക്കമാകട്ടെ ഈ സമരങ്ങളും പോരാട്ടങ്ങളും. ഇത് എന്നും ഊർജ്ജതയോടെ നിലനിൽക്കട്ടെ എന്ന് നമുക്ക് ദുആ ചെയ്യാം. അല്ലാഹു അനുഗ്രഹിക്കട്ടെ.